വനത്തിൽ യൂക്കാലി അടക്കമുള്ള മരങ്ങൾ നടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് വനം വികസന കോർപ്പറേഷന് വനം മേധാവി നൽകിയ അനുമതി മരവിപ്പിക്കുകയെന്നാണ് എ.കെ. ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉറക്കമില്ലാതെ ചൂട്ട് കത്തിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ രാത്രികാലങ്ങളെ അതിജീവിക്കുന്ന മലയോര മേഖല. സമീപകാലത്തെ സജീവമായ ജീവൽ പ്രശ്നങ്ങളിലൊന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷം. സംസ്ഥാന ദുരന്തമായി തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു. അതേ സർക്കാർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന യൂക്കാലി മരങ്ങൾ നടാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഈ തീരുമാനം നാടിനെ അറിയാത്ത കാടിനെ അറിയാത്തവരുടേതാണെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. വനത്തെ ഊഷരഭൂമിയാക്കി മാറ്റുന്ന യൂക്കാലി വൃക്ഷങ്ങൾ വീണ്ടും നടാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തെ എതിർത്ത് മാതൃഭൂമി ന്യൂസും മാതൃഭൂമി ദിനപത്രവും വാർത്താ പരമ്പരയ്ക്ക് ഫലപ്രാപ്തി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ യൂക്കാലി നടാനുള്ള നീക്കം വനം മന്ത്രി ഇടപെട്ട് തടഞ്ഞു. എംഡിയോട് വിശദീകരണവും തേടി. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമത്തിൽ അശ്രദ്ധ ഉണ്ടായതായും മന്ത്രി കുറ്റപ്പെടുത്തി. അത് ശരിയായ ഒരു നിലപാടായിരുന്നില്ലെന്നും വസ്തുതാ വിരുദ്ധമാണെന്നും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് KFDCയുടെ മാനേജിംഗ് ഡയറക്ടറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനോട് അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി പരിശോധിച്ച് നടപടികൾ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമാകുന്നവരെ ഇപ്പോഴത്തെ ഉത്തരവ് മരവിപ്പിച്ച് നിർത്താനും പറഞ്ഞിട്ടുണ്ട്. വനത്തിൽ യൂക്കാലി നടാനുള്ള തീരുമാനം മരവിപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. യൂക്കാലി അടക്കമുള്ള അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനമാണ് വന്യജീവികൾ വ്യാപകമായി നാട്ടിലിറങ്ങാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ ക്യാമ്പയിൻ. ഈ പാഴ്മരങ്ങൾക്ക് അടിയിൽ വളരുന്നതും പ്രധാനമായും പാഴ്സസ്യങ്ങളാണ്. ഇത്തരം കൊങ്ങിണികളുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചിപ്പുല്ലാണ്. ഈ പുല്ല് അത് തളിരായിരിക്കുന്ന സമയത്ത് മാത്രമേ ആനയ്ക്ക് കഴിക്കാൻ കഴിയൂ. അതിനുശേഷം ഇത് ആനയ്ക്ക് കഴിക്കാൻ കഴിയില്ല. ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായി ഈ പ്രദേശത്തെ മാറ്റിയത് ഈ യൂക്കാലി മരങ്ങളാണ്. ഇത്തരം മരങ്ങൾ കാടിന്റെ സ്വാഭാവിക തകർക്കുന്നതായി വാർത്തകളിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ആഘാതം കൂടാൻ ഈ അധിനിവേശ സസ്യങ്ങൾ കാരണമാകുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഗുരുതരമായ സാഹചര്യം നിലനിൽക്കെയാണ് ഒരിക്കൽ മുറിച്ചു മാറ്റപ്പെട്ട യൂക്കാലി അടക്കമുള്ള മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള വനം മേധാവിയുടെ തലതിരിഞ്ഞ തീരുമാനം. പ്രതിഷേധം കനത്ത സാഹചര്യത്തിലാണ് ഉത്തരവ് മരവിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ക്യാമ്പയിൻ തന്നെ നൽകിയതാണ്. ഒപ്പം തന്നെ ഈ നയങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഈ നടപടിക്കെതിരെ മാതൃഭൂമി ദിനപത്രവും ഏറെ നാളെ വാർത്തകൾ നൽകിയതുമാണ്. CK വിജയൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. CK, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നടപടിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, എല്ലാ നയങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ള വലിയൊരു തെറ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉത്തരവ് മുന്നിലേക്ക് ഇറക്കിയിട്ട് വിവാദമായ സാഹചര്യത്തിൽ ഇപ്പോഴത് മരവിപ്പിക്കുകയാണ്. എത്ര ലളിതമായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു വനം വികസന കോർപ്പറേഷൻ MD വിചാരിച്ചാൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ വനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മാത്രം കാര്യമല്ല, അത് ദേശീയ തലത്തിലൊരു തുടർച്ചയുടെ ഭാഗമാണ്. അവിടെ ഏതെങ്കിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കാം എന്ന് തീരുമാനിക്കാം. ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാമാന്യ ബുദ്ധി തന്നെ പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എന്ന കാരണം പറഞ്ഞാണ് യൂക്കാലിപ്റ്റസ് ഉൾപ്പെടെയുള്ള മരങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ വനത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ആശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിന് അനുമതി തേടുകയും ചെയ്യുന്നത്. എന്നാൽ വനം മേധാവി ഈ അനുമതി കത്ത് കിട്ടിയ ഉടൻ തന്നെ അതിന് അത്തരത്തിലൊരു നടപടിക്ക് അനുമതി നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയ വിവാദമായപ്പോൾ ചോദിച്ചപ്പോൾ പറയുകയാണ് അതിലൊരു അശ്രദ്ധയുണ്ടായിട്ടുണ്ട് ഈ സംഭവം. ഇതൊക്കെ എന്തൊരു നടപടികളാണ്, എന്തൊരു നടപടിക്രമങ്ങളാണ്. വനത്തെക്കുറിച്ചോ വനത്തിന് പരിസരങ്ങളിലുള്ള ആളെക്കുറിച്ചോ വനത്തിലുള്ള ജീവികളെക്കുറിച്ചോ അതിർത്തികളിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ആഘാതമുണ്ടായിരിക്കുന്നു, ആക്രമണമുണ്ടായിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എത്ര നിരുത്തരവാദപരമായ തീരുമാനമാണ് ഉണ്ടാകുന്നത്, എത്ര നിരുത്തരവാദപരമായ പ്രപ്പോസലുകളാണ് ഉണ്ടാകുന്നത്, അതിന് അനുമതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ തീരുമാനം മരവിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ആൾക്കാർക്കെതിരെ നടപടി എടുക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ MDക്ക് ആത്യന്തികമായി ഇത്തരത്തിൽ നയപരമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ തെറ്റാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരു
വകുപ്പും അല്ലെങ്കിൽ കോർപ്പറേഷനും ഒന്നും അല്ല ഇവിടെയുള്ളത്. CK പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഉത്തരവ് മരവിപ്പിക്കുകയാണ്. അത് കാര്യങ്ങളെല്ലാം വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഒരു ഉത്തരവ് മരവിപ്പിക്കുകയാണ്. ഇതാണ് വനമന്ത്രി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എങ്കിൽ അതിൽ ഉത്തരം കൊടുത്ത അല്ലെങ്കിൽ ഉത്തരവ് കൊടുത്ത ആൾക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുണ്ടോ? ഈ കാര്യങ്ങൾ എങ്ങനെ നീങ്ങി അതിനെക്കുറിച്ച് പരിശോധിക്കാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും വാക്ക് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിലും കാണുന്നുണ്ടോ? സത്യത്തിൽ അത്തരത്തിൽ സീരിയസ് ആയ കാര്യങ്ങളിലേക്കൊന്നും വനമന്ത്രി പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊരു നടപടിക്രമത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇത് മരവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു, വേണ്ടത്ര ആലോചനയില്ലാത്തൊരു തീരുമാനമാണ് എന്നൊക്കെയാണ്. ഇത് അടിസ്ഥാനപരമായി കേന്ദ്രത്തിൻ്റെ പരിധിയിലടക്കം വരുന്നൊരു കാര്യമാണ്. ഈ യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ ഉൾപ്പെടെയുള്ള മരങ്ങൾ വനത്തിൽ വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും എന്ന് കണ്ട് 2021 പൂർണ്ണമായും മുറിച്ചു നീക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അത്തരം ഒരു ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണോ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്നതല്ലേ പ്രസക്തമായ ചോദ്യം ഉയരുന്നത്. അങ്ങനെ ഒരു മുറിച്ചു നീക്കാൻ തീരുമാനിച്ച മരങ്ങൾ വീണ്ടും ഇതിലേക്ക് നടാൻ തീരുമാനിക്കുന്നു. അത് ആരാണ് തീരുമാനിക്കേണ്ടത്? ഇതിന് കേന്ദ്ര അനുമതി ആവശ്യമില്ലേ? ഇത് ഏതെങ്കിലും ഒരു MD തീരുമാനിച്ചാൽ നടാൻ വേണ്ടി പറ്റുന്നതാണോ കേരളത്തിലെയും അല്ലെങ്കിൽ ഈ അതിർത്തികളിലുള്ള ഈ വനത്തിൻ്റെ അകത്തുള്ള മരങ്ങൾ? തീർച്ചയായും CK, അത് ഉയർന്ന ചോദ്യം തന്നെയാണ്. ഇതൊക്കെ മുറിച്ചു മാറ്റാൻ ഒരു സമയത്ത് നടപടികൾ വന്ന മരങ്ങളാണ്. വീണ്ടും ഒരു കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എന്നുള്ള പേരിൽ വീണ്ടും അത് നമ്മുടെ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള കനത്ത തീരുമാനം ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് വിശദമായ ചർച്ചയിലേക്ക് തന്നെ എടുക്കുകയാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ MN ജയചന്ദ്രൻ, ഒപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രതിനിധിയായ ശ്രീ ബാദുഷ. ആദ്യം ശ്രീ ബാദുഷയിലേക്ക് പോവുകയാണ്. ശ്രീ ബാദുഷ, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ്, ഒപ്പം തന്നെ മാതൃഭൂമി ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നൽകിയതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഉത്തരവിനെതിരെ ഉണ്ടായതാണ്. നോക്കൂ, ഒരു കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് പരിസ്ഥിതിക്ക് തന്നെ കോട്ടം സംഭവിക്കുന്ന, മനുഷ്യന് തന്നെ വലിയ ആപത്തുകൾ ഉണ്ടാകുന്ന, എപ്പോഴും നമ്മൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ ഈ മരങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തു പോകുന്നതാണ്. ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്ത ആൾക്കാരല്ല ഇവിടെയുള്ളത്. എന്നിട്ടും നഷ്ടത്തിലാണ് എന്നുള്ള പേരിൽ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പരിസ്ഥിതിയിലേക്ക് വീണ്ടും ഈ മരങ്ങളെല്ലാം കൊണ്ടുവന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരി, നമുക്ക് ശ്രീ ബാദുഷയിലേക്ക് എത്താം. അദ്ദേഹത്തിൻ്റെ കണക്ഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ശ്രീ MN ജയചന്ദ്രൻ, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ശ്രീ MN ജയചന്ദ്രൻ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ, വയനാട്ടിൽ, മറ്റ് വിവിധ ഇടങ്ങളിൽ മനുഷ്യജീവൻ പോലും ഇല്ലാതായി. അപ്പോഴെല്ലാം ഇതേ പ്രതിനിധികളെല്ലാം ഇവരുടെ വീട്ടുകളിൽ ചെല്ലുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ മരങ്ങളെക്കുറിച്ച്. ഒരു സമയത്ത് പരിസ്ഥിതിയിൽ നിന്നും നമുക്കിത് മാറ്റാമെന്ന് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അതാണ് ഈ കോർപ്പറേഷൻ നഷ്ടത്തിലായപ്പോൾ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തിരികെ വന്നത്. ഇവിടെയുള്ള മനുഷ്യനെ ഇവർ നോക്കണ്ടായിരുന്നോ? പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നോ? ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? ഹലോ, ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. അതായത് കേൾക്കാം. അതായത് ഈ മന്ത്രി വളരെ ലാഘവത്തോടു കൂടിയാണ് അതിനകത്ത് മറുപടി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷൻ്റെ MD എടുക്കുന്ന തീരുമാനം അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു, ഞാൻ ഈ സ്ഥാനത്തിന് പറ്റിയ ആളാണോ എന്ന്. കാരണം വെച്ചാൽ ഇന്ന് ലോകമെമ്പാടും തന്നെ അധിനിവേശ സസ്യങ്ങൾ മാറ്റി തനത് ഇൻഡിജിനിയസ് സ്പീഷ്യസ്, അതായത് തനത് സസ്യങ്ങൾ നട്ടുകൊണ്ട് വനത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഒരു ചിന്ത ലോകം മുഴുവൻ വളർന്നു വരികയും നമ്മുടെ നാടും അതിനനുസൃതമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അധിനിവേശ സസ്യങ്ങളായിട്ടുള്ള അക്വേഷ്യ, യൂക്കാലിപ്സ്, ബ്ലാക്ക് വാറ്റിൽ തുടങ്ങിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി അവിടെ സ്വാഭാവിക വനത്തിൻ്റെ വളർച്ചയും പുൽമേടുകളുടെ വളർച്ചയും അനുവദിക്കണമെന്നുള്ള എക്കോ റെസ്റ്റോറേഷൻ പ്രോഗ്രാം നടപ്പാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ യൂക്കാലി വയ്ക്കുന്നത്. എനിക്കത് ആ ഉത്തരവ് വായിച്ചപ്പോൾ അതിനകത്ത് കണ്ട ഒരു വാക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ്, അത് നഷ്ടത്തിലോടാൻ പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എത്ര കോർപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? KSRTC വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ലേ, അത് നഷ്ടത്തിലല്ലേ പോകുന്നത്? അങ്ങനെ എത്ര എണ്ണം? എലക്ട്രിസിറ്റി ബോർഡ്,
അവിടെ ഒന്നുമില്ലാത്ത ജാഗ്രതയും കരുതലും വനത്തിനകത്ത് യൂക്കാലി നടാൻ വേണ്ടി കാണിക്കുന്നതിൽ എന്തോ ഗൂഢോദ്ദേശമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 2017 തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ അക്വേഷ്യം യൂക്കാലിപ്സും നടാൻ തീരുമാനിക്കുകയും അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുകയും ചെയ്തു. ആ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ അടിസ്ഥാനത്തിൽ അന്നത് പിൻവലിച്ചു. അന്നത്തെ തൃശ്ശൂർ DFO ആണോ ഇന്ന് ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ എന്ന് ഈ പറയുന്ന മന്ത്രിയും അതേപോലെ തന്നെ മേധാവികളും പരിശോധിക്കേണ്ടതാണ്. കാരണം 2017 ഈ വിഷയമുണ്ടായപ്പോൾ ആരായിരുന്നു അവിടുത്തെ DFO? അതേപോലെ തന്നെ നമുക്കറിയാം, ഇതേ വനം വകുപ്പിലെ തന്നെ മേധാവികളാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചത്. അന്ന് ആരായിരുന്നു അതിൻ്റെ ആ തീരുമാനമെടുത്ത് CF എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഈ ഉത്തരവ് എങ്ങനെ ഇറങ്ങി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢശക്തി ഉണ്ട്. അധിനിവേശ സസ്യങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ലാഭം കൊയ്യാൻ വേണ്ടി വ്യഗ്രതപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ വനം വകുപ്പിനകത്തും അവരെ സംരക്ഷിക്കുന്ന നിലപാട് അധികാരികൾക്കും ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ വനമന്ത്രിയുടെ വാക്കുകൾ കൂടി ഇപ്പോൾ ശ്രദ്ധയിലേക്ക് എടുക്കേണ്ടത്. ശ്രീ ബാദുഷ, നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്തരവ് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ വനം മന്ത്രിയുടെ വാക്കുകൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉത്തരവ് മരവിപ്പിക്കുന്നു, കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നു, അതുകൊണ്ട് ഈ ഉത്തരവ് മരവിപ്പിക്കുന്നു, ആ രീതിയിലാണ് വനമന്ത്രി പ്രതികരിച്ചത്. എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നു? അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ നയങ്ങൾക്കെല്ലാം ചട്ടവിരുദ്ധമാണ്, അത് എന്നിട്ടും ഈ ഉത്തരവ് വന്നു, അതിനെക്കുറിച്ച് പരിശോധിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അതിനെ ബന്ധപ്പെടുത്തി ഒന്നും വനമന്ത്രി സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണോ വേണ്ടത്? വാസ്തവത്തിൽ നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് മര്യാദയല്ല. അയാൾ സമീപകാലത്തായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തീരുമാനവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് കേവലം യാദൃശ്ചികമല്ല, അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ അനർഹമായ വനവിഭവങ്ങൾ കൊള്ള ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം. പക്ഷെ ഇതിന് ഒപ്പിട്ട് കൊടുത്ത നമ്മുടെ കേരളത്തിലെ വനം മേധാവിയെ കുറിച്ച് വാസ്തവത്തിൽ നമുക്കൊക്കെ തന്നെ വലിയ വേദനയാണ് തോന്നുന്നത്, സഹതാപമാണ് തോന്നുന്നത്. ഈ യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലാണ് ആദ്യം തന്നെ മാവൂർ കോളിയോറൻസിന് വേണ്ടി അസംസ്കൃത വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ വനം വെട്ടി വെളുപ്പിച്ച് യൂക്കാലിപ്റ്റസ് വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത്. യൂക്കാലിപ്റ്റസ് വയനാടിനെ വരണ്ട് മരുഭൂമി സമാനമാക്കിയിട്ടുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ചരിവിലുള്ള ബ്രഹ്മവേലി മലയിലകളിലും നൂൽപ്പുഴ പഞ്ചായത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഇന്നത്തെ കാട്ടാന ശല്യത്തിനും വന്യജീവി ശല്യത്തിന്റെയും മൂല കാരണം ഈ യൂക്കാലിപ്റ്റസ് ആണ്. അത് നമ്മുടെ നാടിനെ മരുവൽക്കരിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മുഴുവനുമുള്ള ദുരിതത്തിന്റെ ഏക കാരണം ഇതാണ്. ഇത് മാറ്റണം, ഇക്കോ റെസ്റ്റോറേഷൻ വേണമെന്ന് മുഖ്യമന്ത്രി നിയമിച്ച വിദഗ്ധ സമിതിയും വനം വകുപ്പ് നിശ്ചയിച്ച കോടതി നിശ്ചയിച്ച എക്സ്പേർട്ട് കമ്മിറ്റിയും വിലയിരുത്തുകയും അതിന് ശുപാർശ ചെയ്യുകയും ചെയ്തതിന്റെ മഷിയുറങ്ങുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ളതായ ഒരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിന്റെ പിറകിൽ വനം വകുപ്പ് മന്ത്രി മാത്രമല്ല, കേരള ഭരണകൂടത്തിന്റെ ഒരു ഗൂഢാലോചനയുണ്ട്. ഏതായാലും ഇത് സന്ദർഭോചിതമായി ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്റെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തത് മാതൃഭൂമി ദിനപത്രം മാത്രമാണ്. അതിനെ തുടർന്നാണ് മാതൃഭൂമി ചാനലും ഇത് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ പരിഭ്രാന്തരാണ്. കാരണം ജനരോഷം അവർക്കെതിരായി ശക്തിയായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ജനരോഷം തണുപ്പിക്കാനുള്ള അവരുടെ പതിവ് കണ്ണിടൽ പൊടിയുടെ ഭാഗമാണ് ഇപ്പോൾ മരവിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് മരവിപ്പിക്കുകയല്ല വേണ്ടത്. കേരള വനം വകുപ്പിന്റെ പോളിസി അനുസരിച്ച് അവരുടെ ഉത്തരവനുസരിച്ച് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുക ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഇനി മേലാൽ ഇത്തരത്തിലുള്ള അധിനിവേശ വിദേശ സസ്യങ്ങൾ യൂക്കാലിപ്റ്റസ് അടക്കമുള്ളത് ഒന്നും തന്നെ കേരളത്തിൽ എവിടെയും പ്ലാന്റ് ചെയ്യില്ല. അത് കേരളത്തിന്റെ മാത്രമല്ല നാഷണൽ
ഫോറസ്റ്റ് പോളിസി 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസിയിൽ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി 1 ഇഞ്ച് വനഭൂമി പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായും വിലക്കുണ്ട്. ആ വിലക്ക് ലംഘിച്ച് MOEFന്റെ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് CCയുടെ ഉത്തരവുകളും ശുപാർശകളും ലംഘിച്ചുകൊണ്ടാണ്, അതിനെ കീമേൽ മറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ഗൂഢാലോചന നടന്നത്. അതെ, തീർച്ചയായിട്ടും. അതിൽ തന്നെ പറയേണ്ടത് ഈ കേന്ദ്ര മന്ത്രാലയം അനുമതി നൽകിയത് കൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ കാര്യങ്ങളെല്ലാം അനുവദിച്ചത് എന്നുള്ള വാദമായിരുന്നു ഇത്രയും നാളും വനമന്ത്രി പോലും മുന്നിലേക്ക് വെച്ചിരുന്നത്. ഇപ്പോഴത് മാറ്റി പറയുകയാണ്. ശ്രീ MN ജയചന്ദ്രൻ, യൂക്കാലി നടാനുള്ള അനുമതിക്കായിട്ട് ശരിക്കും നേരത്തെ തന്നെ വനവികസന കോർപ്പറേഷൻ കേന്ദ്ര മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. മന്ത്രാലയം അനുമതി നൽകിയില്ല. എന്തിനാ? സംസ്ഥാനത്തെ ഉന്നതതല സമിതി പോലും ഇതിനെക്കുറിച്ച് അനുമതി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ശരിക്കും കോർപ്പറേഷൻ വീണ്ടും ഒരു കത്ത് നൽകി സംസ്ഥാന സർക്കാരിന്റെ അനുമതി പോലും തേടിയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് മുന്നിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അത് വാർത്തയാകുന്നു. അത് വാർത്തയായി വിവാദമായി ഇങ്ങനെ ഒരു സംഭവം മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് വിവാദമായതിനു ശേഷം മരവിപ്പിക്കുന്ന ഒരു നടപടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഉത്തരവ് മരവിപ്പിക്കുന്നതിന് പകരം ഈ ഉത്തരവ് അടിമുടി മാറ്റുകയും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള വിശദീകരണം ബന്ധപ്പെട്ടവർ നൽകുകയുമല്ലേ ഈ അവസരത്തിൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ ഉത്തരവ് മരവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പാണ്. കാരണം അത് ഡെമോക്രസിൻ്റെ വാള് പോലെ എന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കും. അതുകൊണ്ട് ഈ ഉത്തരവ് പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും അടയ്ക്കുകയാണ് വേണ്ടത്. മന്ത്രി ഈ പറയുന്ന മരവിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. അദ്ദേഹത്തിനോട് ആ വാക്ക് ഉപയോഗിക്കുന്നതിന് വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന വെറും തട്ടിപ്പാണ്. കാരണം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇത് പൊടി തട്ടിയെടുക്കാം. അങ്ങനെ വന്നാൽ ഇത് വളരെ ഗുരുതരമായ ഇത് പ്രശ്നമായിട്ട് മാറും. കാരണം ഇത് കേരളത്തിൻ്റെ വനം പോളിസിക്കെതിരാണ്, കേന്ദ്ര വനനയത്തിനെതിരാണ്. അതേപോലെ ഇപ്പോഴും 2017 ഈ അക്വേഷ്യ മാഞ്ചിയം തുടങ്ങിയത് കൃഷി ചെയ്യരുത് വനത്തിനുള്ളിൽ എന്ന ഉത്തരവ് നിലനിൽക്കുന്നു. ആ ഉത്തരവ് നിലനിൽക്കെ ഇങ്ങനെ ഒരു അനുമതി കൊടുക്കുകയും അതിന് ഉപദേശം കൊടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും ശിക്ഷാ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ട്, അത് വെറും സസ്പെൻഷൻ മാത്രം പോരല്ല, ഈ വനത്തിനെ രക്ഷിക്കേണ്ടവർ വനത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നവരാണെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് മന്ത്രി കാണിക്കേണ്ടത്. അതിനുള്ള ധൈര്യം മന്ത്രി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണേലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ ന്യായീകരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ എനിക്ക് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം നേരത്തെ 2021 ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഞങ്ങളൊക്കെ ആവേശപൂർവ്വം ഉൾക്കൊണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, രാജ്യസുരക്ഷ പോലെ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണം. മാനവരാശിക്ക് ആവശ്യമായ വിഭവങ്ങൾ പ്രകൃതിയിലുണ്ട്. എന്നാൽ അത് മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങൾ തീർക്കാനുള്ളതല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ചാണെങ്കിൽ ഈ മന്ത്രിയെ ഒരു നിമിഷം മന്ത്രിസഭയെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അദ്ദേഹം ആ വാക്കുകളോട് പരിപൂർണമായിട്ട് നീതി പാലിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നയങ്ങൾക്കും അതേപോലെ ഉത്തരവുകൾക്കും കോടതി വിധികൾക്കും എതിരായിട്ട് ഇതേപോലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ നേതൃത്വത്തെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീ ബാദുഷയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ബാദുഷ, ഈ മനുഷ്യ വന്യജീവി സംഘർഷം അത് പെരുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഓരോ പരിസ്ഥിതി പ്രവർത്തകരും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരും എല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മരങ്ങളെ കുറിച്ച് തന്നെയാണ്. നിലവിലുള്ള ഈ മരങ്ങൾ മുറിച്ചു മാറ്റി പരിസ്ഥിതിയുടെ വനത്തിന്റെ സ്വാഭാവിക സ്ഥിതി തിരികെ കൊണ്ടുവരണം, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കണം. ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് പകരമാണ് ഈ രീതിയിൽ വീണ്ടും യൂക്കാലി മരങ്ങളെ നടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരോടും ഒക്കെ ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയല്ലേ, അവരോട് ചെയ്യുന്ന ഒരു ചതിയല്ലേ? കാരണം എത്രയോ പേരുടെ കണ്ണീര് നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകരോട് കാണിച്ചിട്ടുള്ള
അതിക്രൂരമായ ഒരു വഞ്ചനയാണ് ഈ യൂക്കാലിപ്റ്റസ് ചെടികൾ വീണ്ടും നട്ടുപിടിപ്പിക്കാമെന്നുള്ളതായ തീരുമാനം. ഇത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വയനാട്ടിന്റെ മൂല കാരണം ഇതാണ്. വയനാടൻ വനങ്ങളുടെ 1/3 യൂക്കാലിപ്റ്റസ് ആണ്, അതിന്റെ തേക്കാണ്. ഞങ്ങളിത് അപ്രൂവ് ചെയ്താണ്. 40 കൊല്ലം മുമ്പ് നൂൽപ്പുഴ കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു പ്രക്ഷോഭമുണ്ട് കർഷകരുടെയും ആദിവാസികളുടെയും. അത് ഫോറസ്റ്റിന്റെ അടക്കിവിട്ട് മാത്രമല്ല, യൂക്കാലിപ്റ്റസ് തുടങ്ങിയ അക്കേഷ്യ തുടങ്ങിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കരുത് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് തൈകളാണ് ഞങ്ങൾ വയനാടിന്റെ കുന്നിൻ പർവ്വതങ്ങളിൽ നട്ടുപിടിപ്പിച്ചത്. ഞങ്ങൾ അപ്രൂവ് ചെയ്ത് പുറത്തു കളഞ്ഞത്. അതേപോലെ തന്നെ യൂക്കാലിപ്റ്റസും ഞങ്ങൾ പുറത്തു കളഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വയനാട്ടിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് യൂക്കാലിപ്റ്റസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ, അത് വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സാപ്ലിംഗ് പോലും, ഒരു തൈ പോലും അവശേഷിക്കാത്ത വിധത്തിൽ യൂക്കാലിപ്റ്റസ് പറിച്ചു മാറ്റും. എന്നാൽ 40 കൊല്ലം മുമ്പ് നട്ടുപിടിപ്പിച്ച യൂക്കാലിപ്റ്റസും അതേപോലെ തന്നെ അക്കേഷ്യയും ഇന്നും വയനാട്ടിലെ കാടുകളെ കീഴടക്കി നിൽക്കുന്നുണ്ട്. അതിന് പുറമെ പുതിയ അതിവികസന സസ്യമായ തന്നെയും വന്നിട്ടുണ്ട്, മഞ്ഞക്കൊന്ന. ഇതെല്ലാം കൂടി വയനാട്ടിൽ ഒരു വന്യജീവിക്കും ജീവിക്കാൻ പറ്റാത്ത, കാടിനെ മുഴുവനും ഉണക്കിക്കളയുന്ന, കാട്ടിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും വറ്റിച്ചു കളയുന്ന, കബനിയിലേക്കുള്ള ആയിരക്കണക്കിന് നീർവീഴ്ചകൾ വന്ധ്യീകരിച്ചു കഴിഞ്ഞ ഈ കൊടും ക്രൂരത തുടരില്ല എന്ന ശരി ഞാൻ ഇടപെടുകയാണ്. തീർച്ചയായിട്ടും ഒരു വിവാദം വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പരിസ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം, അതിനെന്താണ് പരിഹാരം എന്നുള്ള ചോദ്യം ഓരോ ദിവസവും മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ കൂടിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് അത് മുന്നിലേക്ക് വരുന്നത്. വലിയ വിവാദമായതിനു ശേഷം മാത്രമാണ് അത് മരവിപ്പിക്കാനുള്ള നടപടിയെങ്കിലും മുന്നിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ മുന്നിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. വെറും മരവിപ്പിക്കുന്നു, അന്വേഷിക്കും എന്നുള്ള മറുപടി മാത്രം പോരാ ഈ ഒരു കാര്യത്തിന്. വളരെയധികം നന്ദി ശ്രീ ബാദുഷ, ഒപ്പം ശ്രീ MN ജയചന്ദ്രൻ പ്രതികരിച്ചതിന്.